പത്തനംതിട്ടയിൽ പടയണിക്ക് കോലം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന കമുകിൻ പാളുകളുടെ ദൗർലഭ്യം മറികടക്കാൻ കൈകോർത്ത് ഗ്രാമം. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10,000 കവുങ്ങ് തൈകൾ വളർത്താനാണ് തീരുമാനം. മധ്യ തിരുവിതാംകൂറിന്റെ പ്രാചീനമായ അനുഷ്ഠാന കലയാണ് പടയണി. പത്തനംതിട്ട ജില്ലയിൽ പടയണി നടക്കുന്ന പ്രധാന ക്ഷേത്രമാണ് ഇലന്തൂർ ഭഗവതിക്കുന്ന് ക്ഷേത്രം. പടയണിയുടെ ഓജസ്സിന്റെ സവിശേഷ ഘടകങ്ങളിൽ ഒന്നാണ് കവുങ്ങിൻ പാള. ഇത് കിട്ടാൻ പ്രയാസമേറെയാണ്. പാള പ്രതിസന്ധിക്ക് പരിഹാരം കവുങ്ങ് കൃഷി മാത്രമായിരുന്നു. ക്ഷേത്രമക സ്ഥലത്ത് 500 തൈകൾ നട്ടുകഴിഞ്ഞു. പാതയോരങ്ങളിലും കമുക് വെച്ചുപിടിപ്പിച്ചു. വീടുകളിലും കമുകിൻ തൈ എത്തിച്ചു നൽകി. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 10,000 കവുങ്ങ് വളർത്താനായിരുന്നു ലക്ഷ്യമിട്ടത്. ഇപ്പോഴിത് 3,000 പിന്നിട്ടു. 8 ദിവസത്തെ പടയണിക്ക് 4,000-ഓളം പച്ചപ്പാളകളാണ് വേണ്ടത്. ഒരു കവുങ്ങിൽ നിന്ന് ഒരു പാള മാത്രമേ എടുക്കൂ. ശ്രീദേവി പടയണി സംഘം പ്രസിഡന്റ് കെ അശോക് കുമാർ. പാടക്കീറിലെ വർണ്ണവസന്തം മായാതിരിക്കുക എന്നുള്ളൊരു തലക്കെട്ടോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പദ്ധതിക്ക് തുടക്കമിട്ടു. 10,000 കവുങ്ങൻ തൈകൾ എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ആരംഭിച്ചത്. അത് ഈ ഇലന്തൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ഈ കവുങ്ങൻ തൈകൾ വെച്ചുപിടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഏതാണ്ട് 3,000-ലധികം തൈകൾ നമ്മൾ ഇതിനോടകം തന്നെ പല ഭാഗങ്ങളിലായിട്ട് വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. പാളയുടെ പച്ച നിറമുള്ള ഭാഗം ചെത്തി മാറ്റിയ ഭാഗത്താണ് കോലങ്ങളുടെ രൂപം വരയ്ക്കുന്നത്. പാളയിലെ ജലാംശം നിറങ്ങളെ വലിച്ചെടുക്കുന്നതിനാൽ ചിത്രങ്ങൾ മായില്ല. കഴിഞ്ഞ കൊല്ലം നടന്ന പടയണിയിൽ 80% പാളയും നാട്ടിൽ നിന്ന് തന്നെ ശേഖരിക്കാൻ കഴിഞ്ഞു. പടയണി ഗ്രാമമായ ഇലന്തൂർ കവുങ്ങുകൾ കൊണ്ട് നിറയുകയാണ്. 5 വർഷം പ്രായമാകുമ്പോൾ കമുകിൽ നിന്ന് പാളയെടുക്കാം. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.